നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന പച്ചക്കറിത്തോട്ടം വണ്ടിപ്പെരിയാറാണ്, ഇടുക്കി ജില്ലയിലെ. നമ്മുടെ ഫാം ആരംഭിക്കുന്നത് 1967-ലാണ്. ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിൻ്റെ വിസ്തൃതി 40 ഹെക്ടറായിരുന്നു. പിന്നീട് ഒരു പോളിടെക്നിക്ക് വേണ്ടി സ്ഥലം കൊടുത്തതിന് ശേഷം നിലവിൽ 35.66 ഹെക്ടറാണ് നമ്മുടെ ഫാമിൻ്റെ വിസ്തൃതി. നിലവിൽ വന്നതിന് 50 വർഷങ്ങൾക്ക് ശേഷം സുവർണ്ണ ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മുടെ ഫാം ടൂറിസം പദ്ധതികളൊക്കെ ആരംഭിക്കുകയുണ്ടായിരുന്നു. അത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കുറച്ചും കൂടെ വിപുലമായി ഒരു കൊല്ലത്തിനുള്ളിൽ തീർച്ചയായും ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ ഫാം ടൂറിസം ഇവിടെ നടപ്പിലാക്കുന്നതാണ്. നമ്മുടെ ഫാമിന് പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് പച്ചക്കറി വിത്തുകളുടെ ഉൽപ്പാദനമാണ്. നമുക്കൊരു വർഷം 1000 കിലോയാണ് പച്ചക്കറി വിത്തുകളുടെ ടാർഗറ്റായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൾസുകൾ 100 കിലോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക് പരമാവധി എത്താൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ നിലവിലുള്ള തൊഴിലാളികളെ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഫാം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു IFS യൂണിറ്റ് ഉണ്ട്, സംയോജിത കൃഷി രീതി. ഇവിടെ പശു അതുപോലെ തന്നെ കോഴി, മീൻ വളർത്തലുണ്ട്. പശു എന്ന് പറയുമ്പോൾ നമ്മൾ പാൽ ഉൽപ്പാദനത്തെക്കാൾ ഏറെയായിട്ട് ചാണകം, മൂത്രം എന്നീ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വെച്ചൂര്, കാസർഗോഡ്, കുള്ളൻ എന്നീ ഇനങ്ങളാണ് നിലവിൽ നമ്മുടെ ഫാമിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ നിരവധി കളക്ഷനുണ്ട്. കേരള അഗ്രോ ബ്രാൻഡിൽ നമ്മുടെ ഫാമിൽ നിന്നും 23 അലങ്കാര സസ്യങ്ങൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. എല്ലായ്പ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പോൾ നമ്മുടെ ഫാമിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഫാമിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമായിരുന്നു സീറോ വേസ്റ്റ് ഗാർഡൻ എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ പാഴായി കളയുന്ന വസ്തുക്കളിൽ നിന്നും നമ്മുടെ പുരയിടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിൻ്റെ മനോഹാരിത കൂട്ടാനായിട്ട് സീറോ വേസ്റ്റ് ഗാർഡൻ എന്നൊരു ആശയം നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാം. നമ്മുടെ ഫാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം, നമ്മുടെ ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നം എന്ന് പറയുന്നത് കുരുമുളകാണ്. ഇവിടെ നമുക്ക് പന്നിയൂരിൻ്റെ എല്ലാ വെറൈറ്റികളുടെ എല്ലാം വിപുലമായിട്ടുള്ളൊരു കളക്ഷൻ, അതുപോലെ തന്നെ നാഗപ്പതിവയ്ക്കൽ സിംഗിൾ നോഡ് കൾട്ടിവേഷനകത്ത്, സിംഗിൾ നോഡ് പ്രൊപ്പഗേഷനകത്ത് നമുക്ക് ISRൻ്റെ എല്ലാ വെറൈറ്റികളും അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ വെറൈറ്റികളും നമ്മൾ നിലവിൽ ചെയ്തു വരുന്നുണ്ട്. ഇതിലെ പെപ്പർ ഐറ്റംസിൽ ഞാൻ പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഐറ്റംസ് 23 ഐറ്റംസ് ഉണ്ട് ഇത് പെപ്പർ ഐറ്റംസിൽ. ഇത് ഞാൻ വയ്ക്കുന്നത് ഇപ്പോൾ പന്നൂർ 8 ആണ്. അതുപോലെ പൗർണമി ഉണ്ട്, ദേവമുണ്ട്, സിരികര ഉണ്ട്, ഗിരിമുണ്ട ഉണ്ട്, ഇങ്ങനെ മലബാർ എക്സെല്, ഇങ്ങനെ ഒരു വെറൈറ്റീസ് എല്ലാം ഉണ്ട്. പനീർ ഐറ്റംസ് മാത്രം 10 വെറൈറ്റീസ് ഉണ്ട്, 1 മുതൽ 10 വരെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് നാഗപതിയം. ഈ മുളകിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് പേര് നാഗപതിയം, അതായത് സിംഗിൾ നോഡ് കട്ടിങ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വളർന്നു വരും, ഓരോ കവറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഇത് വളർന്ന് അത് കഴിഞ്ഞ് നമ്മൾ വെട്ടണം, ഓരോ കവറായിട്ടേ വെട്ടി എടുത്ത് അത് വെച്ചാണ് അങ്ങനെ കിളുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മുട്ടിലും കറക്റ്റായിട്ട് കവർ വെച്ച് കുത്തി കൊടുക്കണം. അത് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ പിന്നെയും ഒരാഴ്ച കൊണ്ട് പിന്നെയും വളരും. ഇത് പിന്നെയും വളരുമ്പോൾ പിന്നെയും നമ്മൾ വെച്ച് കവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഫുള്ളായി ഇങ്ങനെ വളർന്ന് കയറി പോകും ഇതിൽ. പിന്നെയാണ് നമ്മൾ വെട്ടാൻ തുടങ്ങുന്നത്. അവിടെ വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ട് അത് ഇതുപോലെ കിളിത്ത് വരും. അതാണ് നമുക്ക് വെളിയിൽ കൊടുക്കുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ ഫാമിൽ കുരുമുളക് ഹാർവെസ്റ്റ് ചെയ്യുന്ന സീസണാണ്. അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ ഫീൽഡുകളിൽ പോയി കുരുമുളക് കളക്ട് ചെയ്തുകൊണ്ടുവരുന്നു. കളക്ട് ചെയ്തുകൊണ്ടിരുന്ന കുരുമുളക് ഇവിടെ തന്നെ നമുക്ക് പ്രോസസ് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള കുരുമുളകുകൾ മെതിക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ചൊല്ലും പൊടിയൊക്കെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരുമുളക് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ മെതിച്ചതിന് ശേഷം അതിനെ അരിച്ച് ഉണക്കിയെടുക്കുന്നതാണ് നമ്മൾ ചെയ്തു വരാറുള്ളത്. അങ്ങനെ ഈ പ്രോസസ്സ് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മളിവിടുത്തെ ചൊല്ലും പൊടിയും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ഈ ടെൻഡറിന് വേണ്ടി വെക്കുന്നത്. എൻ്റെ പേര് അൻസാരി, ഇത് ശേഖർ, ഇത് നൈജോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് മുളക് മെതിച്ച് നല്ല ക്ലീൻ ചെയ്ത് 3-4 പ്രാവശ്യം അരിച്ചെടുത്ത് 3 വെയിലിട്ട് ഉണക്കി നല്ല ശുദ്ധീകരിച്ചാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഈ ടെൻഡർ വഴിയാണ് വിപണനം നടത്തുന്നത്. നമ്മുടെ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ സുഗന്ധവിളകൾ വിപണനം ചെയ്യാറുണ്ട്. ഇവിടെ കുരുമുളക് വിപണനം നടത്തുന്നത് നമ്മുടെ കുരുമുളക് വള്ളികൾ ഒരു വള്ളിക്ക് 8 രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത്. അതിൽ പന്നിയൂർ വെറൈറ്റീസ് എല്ലാം 12 രൂപ, നമ്മുടെ കരിമുണ്ട കൊടികളൊക്കെ 8 രൂപ. പിന്നീട് പറയാനുള്ളത് നമ്മുടെ നാഗപ്പതി വെച്ച സിംഗിൾ നോഡ്
കുരുമുളക് ഇനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. സിംഗിൾ നോഡ് അല്ലെങ്കിൽ നാഗപ്പതി വഴി നമ്മൾ പ്രചരണം നടത്തുന്ന കുരുമുളകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇനം ഒരിക്കലും തിരിഞ്ഞു പോവുകയില്ല. നമ്മൾ ഒരു ഫീൽഡിൽ നിന്നും കൊണ്ടുവരുന്ന വള്ളികളുടെ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക ഭൂമിയിൽ ഒരേ ഇനം തന്നെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഈ നാഗപ്പതി വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന കുരുമുളക് വള്ളികളുടെ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. സാധാരണ ചെയ്യുന്ന കാട്ടിൽ ഇതെന്ന് വെച്ചാൽ നല്ല വള്ളി കിളുക്കും ചുവട്ടിലേ. ഈ സിംഗിൾ നോഡ് എന്ന് പറയുന്നതിലെ ഇത് ഇത്രയും പൊക്കം വരുമ്പോൾ ഒരു നമ്മൾ മുറിച്ച് കൊടുക്കുന്നു, തല ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ചെടിയിൽ നിന്ന് ഒത്തിരി ഇങ്ങനെ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ആ മരം തന്നെ ഫുള്ള് കയറി വരും. മറ്റേതാണെങ്കിൽ അത്രയും വരത്തില്ല. അതാണ് ഇത് ഗ്യാരണ്ടി ഉള്ള മുളക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എപ്പോഴും ഏത് സമയത്തും ഇത് വയ്ക്കാമെന്നുള്ളതാണിത്. വെയിൽ സമയത്തും മഴ സമയത്തും വയ്ക്കാവുന്നതാണ്, ഏത് ചൂടിലും ഇത് വയ്ക്കാവുന്നതാണിത്. നമ്മുടെ ഫാമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പാമ്പാടുംപാറയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏലത്തിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നഴ്സറി ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ PV2 PV5 നിലവിൽ നമ്മളിവിടെ നട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫാമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ നഴ്സറിക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് ഏലക്ക കൊണ്ടുവന്ന് പച്ചയ്ക്ക് കഴുകി നിൽക്കുന്നതാണ്, വാഷ് ചെയ്യുന്നതാണിത്. നല്ല വൃത്തിയായിട്ട് കഴുകുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഇതിനകത്ത് പമ്പ് ചെയ്തിട്ട് മോട്ടർ ഉപയോഗിച്ച് ഇത് കറക്കും. ഇത് കറങ്ങി ഒരു 10 മിനിറ്റ് കറങ്ങുമ്പോഴത്തേക്കും ചെളിയും ഈ പൂവും പൊടിയെല്ലാം പോവും. ലാസ്റ്റ് നമ്മളിത് കറക്കിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്ന് കായ എന്നിട്ട് എടുക്കും. അതാണ് ഇങ്ങനെ വരുന്നത്. കായ എടുത്തിട്ട് അകത്ത് സ്റ്റോറിൽ കൊണ്ടിടും. അതകത്ത് കാണിച്ചു തരാം സ്റ്റോറിൽ എങ്ങനെ ഇടുന്നുള്ളത്. ഇതിങ്ങനെ തുറക്കാം. ഇത് കായ ടച്ച് കായ ഇങ്ങനെ ഷട്ടർ ചെയ്ത് ഉരുക്കാം. ഇതിങ്ങനെ ഉരച്ച് ഇങ്ങനെയാണ് കായ ഇടുന്നതിനകത്ത്. ഇത് ഇങ്ങനെ കഴുകി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കും കായെല്ലാം കൂടെ ഇതിനകത്ത് വീഴും. ഇവിടെ കുറച്ച് നേരം കിടക്കും കാ. അപ്പോൾ ആ വെള്ളം മുഴുവൻ തോർന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കായ എടുത്തുകൊണ്ട് അകത്ത് സ്റ്റോറിടും. ഇത് നമ്മൾ ആദ്യം അവിടെ കാ കഴുകി ആ വെള്ളം തോർന്ന് കഴിഞ്ഞ് നമ്മൾ ആ കാ കൊണ്ട് ഈ ഷട്ടർ പൊക്കി ഇതിനകത്തിടും. ഇതിനകത്തൊരു 500 കിലോ കാ പച്ചക്കറി ഇടാം. കാ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഇതിനൊരു സ്വിച്ചുണ്ട്, മോട്ടർ സിസ്റ്റം ഉണ്ട്. അതായത് ഒരു 40 ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഫസ്റ്റിൽ കായ ഉണങ്ങാൻ ഇടുന്നത്. ആ 40 ഡിഗ്രി ചൂട് പിറ്റേ ദിവസം 24 മണിക്കൂർ വരെ അങ്ങനെ നിൽക്കണം. അത് നമ്മൾ ഇവിടെ ഇത് ടൈം ഇവിടെ ഇത് ചെയ്യും. ആ 40 ഡിഗ്രി ചൂട് കുറയുവാണെങ്കിൽ ഇവിടെ ഒരു മോട്ടറുണ്ട്. ഈ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി ഈ ചൂട് കൂടുതൽ കൊടുത്തോണ്ടിരിക്കും. പുറത്ത് തീയിട്ടതിന് ശേഷം നമ്മൾ അവിടെ ആ 40 ഡിഗ്രി ചൂട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും അവസ്ഥ തീ ഇച്ചിരി കുറഞ്ഞു പോയി ചൂട് കുറയുവാണെങ്കിൽ ഈ മോട്ടർ സ്റ്റാർട്ടാകും, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ആ 40 ഡിഗ്രി ചൂടിന് വീണ്ടും കയറി വരും. ആ 40 ഡിഗ്രി ചൂടിലാണ് ഉണങ്ങുന്നത്. അതുപോലെ തന്നെ അവിടെ ഡോറുണ്ട്. വിറക് ഉപയോഗിച്ച് ഇവിടെയാണ് തീ ഇടുന്നത്. ഈ തീയാണ് നമുക്ക് ഉള്ളിലോട്ട് ആ 40 ഡിഗ്രി ചൂടിലേക്ക് കയറി വരുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ. ഇവിടെയാണ് തീ ഇടുന്നത്. മെയിൻ സ്ഥലം ഇതാണ്. അതൊരു ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു മോട്ടറാണ്. അത് ചൂട് കൂടുതലാവുകയാണെങ്കിൽ 40 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്ത 40 ഡിഗ്രിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡോറ് തുറന്ന് ഏറ് പുറത്ത് കളയും. അപ്പോൾ ചൂട് കുറയും. നമ്മൾ കാ ഉണങ്ങുക. അപ്പോൾ ഇന്ന് 24 മണിക്കൂർ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആ കായ കണ്ട് ഉണക്കാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മെഷീനകത്ത് ഉപയോഗിക്കും. ഈ മെഷീനകത്ത് വാരിയിടും. ഈ മെഷീനകത്ത് വാരിയിട്ട് ഇവിടെ ഓൺ ചെയ്യുമ്പോൾ ഇത് കറങ്ങി തേച്ച് എടുക്കുന്ന കായാണത്. കാ തേച്ചെടുക്കുന്നത് ഇതിൻ്റെ വേസ്റ്റൊക്കെ താഴെ വരും. അങ്ങനെ അതാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് ലാസ്റ്റ് പ്രോസസ് ഇവിടെ നടക്കുന്നത്, കാ തേച്ചെടുക്കാൻ വേണ്ടി. നമ്മുടെ ഫാമിൽ അലങ്കാര സസ്യങ്ങളുടെ വിപുലമായൊരു ശേഖരമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ വ്യക്തികൾക്കും അത് വാങ്ങുവാനും അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഫാമിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലെ 23 അലങ്കാര സസ്യങ്ങൾ കേരള അഗ്രോ എന്ന ബ്രാൻഡിൽ നമ്മൾ ഓൺലൈനായി വിപണനവും ചെയ്തു വരുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ മാധ്യമങ്ങളിൽ കേരള അഗ്രോയുടെ പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതാണ്. ഗാർഡനിലാണ് 2.5 വർഷമായിട്ട് നിൽക്കുന്നത്. ഈ 40 മിശ്രിതമാണിത്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയാണ് ചെടി നടാൻ ഉപയോഗിക്കുന്നത്. ആഫ്രിക്കൻ വയലറ്റാണ് ഇതിൻ്റെ തന്നെ ഒരു 9 വെറൈറ്റി ഉണ്ട് ഇവിടെ. ₹50, ഒരു ചെടിക്ക് ₹50 കവറിൻ്റെ അകത്ത്. ഈ ചെടിച്ചട്ടിക്കാവുമ്പോൾ ഇതിന് ₹80. ഇത് വെയിലത്ത് വയ്ക്കാൻ പറ്റത്തില്ല.
കൂടുതൽ കൂടുതൽ ചൂടടിക്കാൻ പറ്റത്തില്ല. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ 9 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇതെല്ലാം ബ്രോമേലിയൻസിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ്. ഈ കാണുന്നത് പെപ്പിനോ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈകൾ നമ്മുടെ ഫാമിൽ അവൈലബിൾ ആണ്. നമ്മുടെ നിരക്ക് 15 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ കാലാവസ്ഥയിലും വളരുന്നൊരു ചെടിയാണ് പെപ്പിനോ. ഇത് വഴുതന വർഗ്ഗത്തിൽ പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഫ്രൂട്ടാണ് ഇതിൻ്റെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പശുക്കളെ ഉപയോഗിക്കുന്നത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. വെച്ചൂരും കാസർഗോഡ് കുളനും ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതുങ്ങളുടെ കിടാങ്ങൾക്ക് കുടിക്കാനുള്ള പാല് മാത്രമാണ് നിലവിലുള്ളത്. മറിച്ച് പക്ഷേ ഇവരുടെ ചാണകവും മൂത്രവും നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാനും അതുപോലെ തന്നെ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട ഒരു കാർഷിക കമ്പോണൻ്റായിട്ട് നമുക്ക് ഈ പറയുന്ന കാസർഗോഡ് കുളൻ്റെയും വെച്ചൂരിൻ്റെയും മൂത്രം ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിവിടെ അലങ്കാരക്കോഴികളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപ്രിയ, കരിങ്കോഴി മുതലായ കോഴികൾ നമുക്കിവിടെ ഫാമിലുണ്ട്. അവയുടെ മുട്ട നമ്മൾ നേരിട്ട് ഫാം വഴി തന്നെ നമ്മുടെ സെയിൽസ് കൗണ്ടർ വഴി വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. (2017) നമ്മുടെ ഫാമിൻ്റെ സുവർണ്ണ ജൂബിലി വർഷത്തിലാണ് നമ്മൾ ഈ ഫാമിൽ ഫാം ടൂറിസം എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും അത് നടപ്പിലാക്കി വരുന്നതും. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ പദ്ധതി പൂർണ്ണമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ടോപ്പിയർ ചെയ്തു വരുന്നുണ്ട്. അതായത് സഞ്ചാരികളും മറ്റാൾക്കാരും എത്തുമ്പോഴേക്കും അവർക്കൊരു കൗതുകവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാമിൻ്റെ പരിസരത്തിൻ്റെ ഒരു ഭംഗിയും ഇത് ഉയർത്തുന്നുണ്ട്. നമുക്കിവിടെ ടോപ്പിയർ ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ഈ കാണുന്ന നാഗരാജൻ ചേട്ടൻ അതുപോലെ തന്നെ മാത്യു ഇതുപോലുള്ള ലേബേഴ്സാണ് ഇത് ഇത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുന്നത്. കാഴ്ചകളൊരു വെറും ഭംഗി മാത്രമല്ല, നമ്മുടെ തൊഴിലാളികൾ അത്രയും നൈപുണ്യമുള്ള വർക്കേഴ്സാണ്. അവരിവിടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്നവർക്ക് ഇവിടെ യഥേഷ്ടം വിശ്രമിക്കാവുന്നതാണ്. നമ്മുടെ ഫാമിൽ വിത്തുകൾ വിറ്റ് പോകുന്നത് ചെറിയ കവറിൽ പാക്കറ്റായിട്ട് 20 രൂപയ്ക്കുള്ള പാക്കറ്റുകളും വിറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ യഥേഷ്ടം വാങ്ങേണ്ട കർഷകർക്ക് വേണ്ടി, ബൾക്കായിട്ട് വാങ്ങുന്ന കർഷകർക്ക് വേണ്ടി ഫാം ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വില നിലവാരത്തിലാണ് ഇവിടെ വിത്തുകൾ വിപണനം നടത്തി വരുന്നത്. ബലവൃക്ഷ തൈകളെ പറ്റി പറയുമ്പോഴേക്കും നമ്മുടെ ഫാമിൽ ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടി നമ്മുടെ ഇടുക്കി ജില്ലയിൽ വേറെ ടിഷ്യൂ കൾച്ചർ ലാബൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാരിൻ്റെ തന്നെ കഴക്കൂട്ടത്തെ ലാബിൽ നിന്നും ടിഷ്യൂ കൾച്ചർ തൈകൾ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഹാർഡൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊരു യൂണിറ്റ് ഉണ്ട്. പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഫാമുകളിലും ബലവൃക്ഷ തൈകളുടെ ഉൽപ്പാദനം കൂട്ടണം എന്നുള്ള ആശയം കൊണ്ട് നമ്മളൊരു പ്രോജനി ഓർച്ചാർഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫാമിൽ നിന്നും പരമാവധി ഈ ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് പുറമെ മറ്റ് ബലവൃക്ഷ തൈകളും കർഷകർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. നമുക്ക് നിലവിൽ ഒരുപാട് ഫാം പോൺസുകൾ, കുളങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സംയോജിത കൃഷി രീതിയുടെ ഭാഗമായിട്ട് നിലവിൽ മീൻ വളർത്തുന്നുണ്ട്. നമ്മൾ റെഡ് തിലാപ്പിയാണ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കമ്പോണൻറ്റുകൾ, സംയോജിത കൃഷി രീതിയിലെ കമ്പോണൻറ്റുകളായ പശു, അതുപോലെ തന്നെ കോഴി, മീനുകൾ ഇവയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായ രീതിയിൽ നൽകുന്നുണ്ട്. നമ്മൾ കേരള ഫീഡ്സിൽ നിന്നാണ് നമ്മുടെ കോഴികൾക്കും പശുക്കൾക്കും വേണ്ട തീറ്റ എടുക്കാറുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഫാമിനുള്ള ഹരിതകീർത്തി അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ സമ്മാനത്തിൽ നിന്ന് നമ്മൾ വാങ്ങിയ ടാറ്റ യോധ ഡബിൾ ക്യാബിൻ വണ്ടിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മദർ നഴ്സറിയിൽ നിന്നും നമ്മൾ കുരുമുളക് വള്ളികളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും ലഭ്യമാക്കുന്നുണ്ട്. ഈ പച്ചക്കറി തൈകൾ ഹ്രസ്വകാലം അതുപോലെ തന്നെ ദീർഘകാല വിളകളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. നാരകം, മുരിങ്ങ, കറിവേപ്പ് അതുപോലെ തന്നെ എല്ലാത്തരം പച്ചക്കറി തൈകളും നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. പച്ചക്കറി തൈകളുടെ നിരക്ക് 10 രൂപ മാത്രമാണ്. വളർത്തുന്ന മീഡിയത്തിന് അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ വലുപ്പം അനുസരിച്ച് മാത്രമാണ് തൈകളുടെ വിലയ്ക്ക് മാറ്റം വരുന്നത്. ഞാൻ വന്നിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞ്. അപ്പം നമുക്ക് ഫാമിൽ ആകെ 40 തൊഴിലാളികളാണുള്ളത്. അതിൽ 26 പുരുഷ തൊഴിലാളികളും 14 സ്ത്രീ തൊഴിലാളികളുമാണ്. രാവിലെ 7:55 ബെല്ലടിച്ചിട്ട് മസ്റ്റർ എടുക്കുന്നത് വരെ, എന്നിട്ട് 8 മണി തൊട്ട് തന്നെ അവർ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് പച്ചക്കറി നടക്കുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കണ്ടത്തിൽ,
ഒന്ന് അക്കരമല എന്ന് പറയും. പിന്നെ പുതിയതായിട്ട് നമ്മൾ കുറച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഈ അടുത്തായിട്ട് തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സ്ഥിരമായിട്ട് തൊഴിലാളികൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെറസ് ഗാർഡനിൽ സ്ഥിരമായിട്ട് തൊഴിലാളികൾ വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെയും കുരുമുളകിൻ്റെ നേഴ്സറിയുണ്ട്, അവിടെ 2 പേരെ സ്ഥിരമായിട്ട് തൊഴിലാളികളുണ്ട്. അത് കഴിഞ്ഞിട്ട് കുരുമുളകിൻ്റെ പ്രോജനി നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റിൻ്റെ ഒരു പോളിഹൗസ് ഉണ്ട്, 3 പോളിഹൗസ് ഉണ്ട്, അവിടെ 2 പേരെ സ്ഥിരമായിട്ട് വിടുന്നുണ്ട്. പിന്നെ TC ബനാന, ടിഷ്യൂ കൾച്ചർ ബനാനയുടെ ഹാർഡനിങ് ഉണ്ട്, അതിൻ്റെ പോളിഹൗസിലും ഒരാൾ സ്ഥിരം ആയിട്ട് അത് പരിപാലിച്ച് വരണുണ്ട്. പിന്നെ പറഞ്ഞത് ഫാം ടൂറിസത്തിൽ ആൾക്കാരെ വിടാറുണ്ട്. പിന്നെ നമുക്ക് വാഴ, കുരുമുളക്, ഏലം തുടങ്ങി മറ്റ് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഓരോ ദിവസത്തേക്കും തൊഴിലാളികളെ അനുസരിച്ച് നമ്മൾ അലോട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഇപ്പം നിലവിൽ നടക്കുന്നത് കുരുമുളക് ഹാർവസ്റ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അതിന് ഹാർവസ്റ്റ് ചെയ്യാനും ആൾ പോകുന്നുണ്ട്, അത് മെതിച്ച് ഉണക്കുന്നതിനും ആളിനെ വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ ഫാമിൽ നടക്കുന്ന പ്രവർത്തനം.